ഡിയേഴ്സ് വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പസിൽ സാർ. 9ാം ക്ലാസ്സിൽ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ആദ്യത്തെ ചാപ്റ്റർ അങ്ങ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. വളരെ വാസ്റ്റാണ്, ഒരുപാടുണ്ട്. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്. അത് പഠിക്കാനുള്ള എളുപ്പത്തിലുള്ള പണി ഞാൻ പറഞ്ഞുതരാം. എന്താണ് അത് പഠിക്കാൻ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിവേ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡിലെ നമ്മൾ പറയുന്നതും പഠിക്കുന്നതെല്ലാം ഹിമാലയത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹിമാലയാസിൻ്റെ ഡിവിഷൻസ് ആണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഹിമാലയാസിനെ മുറിക്കുന്ന ഓരോരോ മുറികളുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ ഹിമാലയാസ് എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റീജിയൻ മാത്രമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗം നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ആ ഭാഗങ്ങളൊന്നും നമുക്ക് തൊടേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ മുകളിലുള്ള ഈ ഒരു റീജിയൻ മാത്രം, കശ്മീരിൻ്റെ ആ ഒരു ഭാഗം, നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു റീജിയൻ. അപ്പോൾ അത് മാത്രമായിട്ട് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹിമാലയത്തിൻ്റെ ആദ്യത്തെ ഡിവിഷനായിട്ട്, ഹിമാലയാസിൻ്റെ ആദ്യത്തെ ആ ഒരു മുറിയായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇവിടെയുള്ള ട്രാൻസ് ഹിമാലയാസിനെ കുറിച്ചിട്ടാണ്. ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ അതിന് നമ്മൾ ആലോചിക്കേണ്ടത്, ഇതുപോലൊരു മാപ്പ് എടുത്ത ശേഷം, ഇങ്ങനെ ഒരു മാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ട്രാൻസ് ഹിമാലയാസ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ആവറേജ് ഹൈറ്റ്, രസകരമായ കാര്യം നിങ്ങളുടെ ബുക്കിൽ കൊടുത്ത ഉയരം തെറ്റാണ് എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ആവറേജ് ഹൈറ്റ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്ത പോലെ 3000 മീറ്റർ അല്ല, അത് 6000 മീറ്റർ ആണ് ശരിയായത്. ഓക്കെ, അത് എഴുതി വെക്കാം. അതുപോലെ നമ്മുടെ മൗണ്ട് K2 എന്ന് പറഞ്ഞ ആ മൗണ്ടൈനെ കുറിച്ച് പറയാം. അതുപോലെ നമ്മുടെ കാരക്കോറം എന്ന് പറഞ്ഞ് ആ ഒരു റേഞ്ചിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത്, ഇതിന് പാരലൽ ആയിട്ടുള്ള 3 മൗണ്ടൈൻ റേഞ്ചസ് ഉണ്ട്. അതാണ് നമ്മുടെ ഹിമാദ്രി, തൊട്ടു താഴെയായിട്ട് നമ്മുടെ ഹിമാചൽ എന്ന് പറയുന്ന മൗണ്ടൈൻ റേഞ്ച്, അതിനും താഴെയായിട്ട് നമ്മുടെ ശിവാലിക് എന്ന് പറയുന്ന ശിവാലിക് നിരകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന ഹിമാലയ. ഇതാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്ന നമ്മുടെ നോർത്തേൺ മൗണ്ടൻ സിസ്റ്റത്തിലെ ഏറ്റവും വലുപ്പമുള്ള ഭാഗം. അപ്പോൾ ഇതേപോലെ ഒരു മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതി വെക്കാമെന്നറിയോ? ഇതാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഏകദേശം 2400 കിലോമീറ്റർ ആണ് ലെങ്ത് എന്ന് എഴുതി വെക്കാം. അതിൻ്റെ വെസ്റ്റ് ഭാഗത്ത്, ഇവിടെ കശ്മീരിൻ്റെ ഈ ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്റർ ആണ് ബ്രെഡ്ത്ത് എന്ന് എഴുതി വെക്കാം. അതുപോലെ ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ നമ്മുടെ അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്റർ ആണ് അതിൻ്റെ വീതി എന്ന് എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒറ്റയടിക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട മൗണ്ടൈൻ റേഞ്ചസ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് എഴുതി വെക്കാൻ പാകത്തിൽ നമ്മൾ എഴുതണം. ഇവിടെ നമുക്ക് ഹിമാദ്രി, ഇതിന് നമ്മൾ പറയുന്നത് ഇന്നർ ഹിമാലയാസ് എന്നാണ്. അതിൻ്റെ സെൻറ്ററിലുള്ള ഇതിന് നമുക്ക് എഴുതി വെക്കാം ഹിമാചൽ. ഇതിന് നമ്മൾ ലെസർ ഹിമാലയ എന്ന് പറയുന്നു. ഹിമാദ്രി, ഹിമാചൽ. ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ശിവാലിക് നമുക്ക് എഴുതാം. ശിവാലിക് എന്ന് പറയുന്ന പർവ്വതനിരയെ കുറിച്ച് എഴുതാം. ശിവാലിക് എന്ന് പറയാം, അല്ലെങ്കിൽ ശിവാലിക് എന്ന് പറയാം. ഓക്കെ, ശിവാലിക്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ നമ്മുടെ പരിപാടി തീർന്നു. ഇത് എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. ലിസൺ, ഈ ഹിമാദ്രിക്ക് ബ്രാക്കറ്റിലായിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാവുന്ന ഒരു കാര്യമുണ്ട്. എന്ത് എഴുതാമെന്നറിയാം? ഇന്നർന്ന് ഇടാം. കാരണം അത് ഇന്നറാണ്. അല്ലെങ്കിൽ ഗ്രേറ്റർ എന്ന് എഴുതാം. ഗ്രേറ്റർ ഹിമാലയ എന്നും പറയാറുണ്ട്. അതുപോലെ ഹിമാചലിന് ബ്രാക്കറ്റിലായിട്ട് നമുക്ക് ലെസർ എന്ന് എഴുതാം. അതുപോലെ നമ്മുടെ ശിവാലിക്കിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് എഴുതാം? ഔട്ടർ എന്ന് എഴുതാം. ഔട്ടർ ഹിമാലയ എന്നാ പറയും. മലയാളത്തിലും ആ പേര് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇതാണ് ഹിമാലയത്തിൻ്റെ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത്, ഈ ഒരു ഭാഗത്തായിട്ടുള്ള കുന്നുകൾക്ക് നമ്മൾ പറയുന്ന പേര് പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയുന്ന ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ആണ്. ഈസ്റ്റേൺ ഹൈലാൻഡിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് കുന്നുകളുണ്ട്. പടുക്കായ് കുന്നുകൾ, നാഗ മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്ന് പറയുന്ന കുന്നുകൾ. ആ കുന്നുകളെ കുറിച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി വെക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അവിടുത്തെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. മൊത്തം റെയിൻ ഫോറസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പൂർവാഞ്ചൽ എന്ന് പറയപ്പെടുന്നു. അവിടെ നിങ്ങൾ ഈസ്റ്റേൺ ഹൈലാൻഡ് എന്ന് എഴുതുമ്പോൾ കിഴക്കൻ മലനിരകൾ എന്ന് എഴുതും. ഈസ്റ്റേൺ ഹൈലാൻഡ്, ഈസ്റ്റേൺ മൗണ്ടെയിൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കും. അതിനെ കൂടെ നിങ്ങൾ എഴുതേണ്ട വേറെ കാര്യം കൂടെ ഉണ്ട്. പൂർവാചൽ എന്നും കൂടി എഴുതണം. പൂർവാഞ്ചൽ അല്ലെങ്കിൽ പൂർവാചൽ, രണ്ടും സെയിം ആണ്. പൂർവാചൽ എന്നും കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ യെസ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക്
നമുക്ക് മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരു മാപ്പ് എടുത്ത് പഠിക്കുമ്പം ഈസി ആയിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ കയറും, പെട്ടെന്ന് ചിത്രം നോക്കിയാണ് നമ്മൾ പഠിക്കുന്നത്, അവൻ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് പതിഞ്ഞോളും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വാലികളൊക്കെ ഉണ്ട്, വാലി താഴ്വരകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ലെസർ ഹിമാലയം എന്തും വരയ്ക്കണം, നമ്മുടെ ഔട്ടർ ഹിമാലയം വരച്ച ശേഷം അതിനിടയിൽ പച്ച കളറിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കാം. ആ ഷെയ്ഡ് കൊടുത്തിട്ട് അപ്പോൾ അതിനർത്ഥം അവിടെ എന്താണ്, ഒരു വാലി, ഒരു താഴ്വര ഉണ്ടെന്നാണ് അർത്ഥം. ആ താഴ്വരക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡൂണുകൾ എന്ന് പറയുന്നത്, ഡൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ പ്രത്യേകത കാണുമ്പം ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുക, ആ ഫിറ്റ് ചെയ്യുന്ന പോലെ അവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇനി നമ്മുടെ ഹിമാലയത്തിൻ്റെ ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞാൽ വേറൊരു ഡിവിഷനും കൂടെ നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ ഒരു ഇൻഡസ്, സിന്ധു എന്ന് പറഞ്ഞ റിവർ ഉണ്ട്. ഇൻഡസ് എന്ന് വെച്ചാൽ സിന്ധു എന്നാണ് മലയാളത്തിൽ പറയുക, സിന്ധു നദി. ഇത് ഇന്ത്യയുടെ ഈ അറ്റത്തായിട്ട് നമ്മുടെ ബ്രഹ്മപുത്ര റിവർ ഉണ്ട്, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ, ബ്രഹ്മപുത്ര. ഓക്കെ, ഈ ഇൻഡസ് റിവറും അതുപോലെ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ റിവറിൻ്റെ ഇടയിലായിട്ട് ഉള്ള നമ്മുടെ ഹിമാലയത്തിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് മുറിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിന്ധു നദി മുതൽ ഇവിടെ കാളി എന്ന് പറഞ്ഞ നദിൻ്റെ കാളി, ഈ കാളി നദി ഈ സിന്ധു നദിൻ്റെ ഈ ഇടയിലുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിമാലയം. അപ്പം നമ്മൾ WH എന്ന് എഴുതാം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ ഈ കാളി നദി കഴിഞ്ഞാൽ ഈ സിക്കിമിൻ്റെ ഈ ഭാഗത്തായിട്ട് മറ്റൊരു നദിയുണ്ട്. ആ നദിക്ക് പറയുന്ന പേര് തീസ്ത നദി എന്നാണ്, തീസ്ത റിവർ. ഈ തീസ്ത റിവറിൻ്റെയും ഈ കാളി നദിയുടെയും ഇടയിലായിട്ടുള്ള ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് മധ്യ ഹിമാലയം. മഹി എന്നാലോചിക്കുക, മഹേന്ദ്ര സിംഗ് ധോണിയുടെ മഹി. മധ്യ ഹിമാലയം അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയും, സെൻട്രൽ ഹിമാലയ. ഓക്കെ, സെൻട്രൽ ഹിമാലയ. യെസ്, ഈ നമ്മുടെ ഇപ്പം പറഞ്ഞിട്ടുള്ള ഇവിടെ ഇപ്പം പറഞ്ഞ് നമ്മുടെ തീസ്ത റിവർ മുതൽ ബ്രഹ്മപുത്ര വരെയുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് കിഹി എന്ന് വെച്ചാൽ കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയും, ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയും. അപ്പോൾ ഈ ഡിവിഷൻസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇനി ഇതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഈ പടിഞ്ഞാറൻ ഹിമാലയം വളരെ പ്രധാനപ്പെട്ടാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിന് മറ്റു ഭാഗങ്ങളുണ്ട്, കശ്മീർ ഹിമാലയ ഉണ്ട്, KH എന്ന് പറയുന്നത്, അതുപോലെ ഹിമാചൽ ഹിമാലയ ഉണ്ട്, HH എന്ന് പറയുന്നത്, പിന്നെ അടുത്തത് UH ഉണ്ട്, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. ഈ പറഞ്ഞ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനെ വീണ്ടും ഗഡ്വാൾ ഹിമാലയ എന്നും കുമയൂൺ ഹിമാലയ എന്നും പറയാറുണ്ട്. അത് നമുക്കിവിടെ എഴുതി വെക്കാൻ പറ്റും. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന് നമുക്ക് GH എന്നിടാം, ഗഡ്വാൾ ഹിമാലയ, അതുപോലെ കുമയൂൺ ഹിമാലയ KH എന്നിടാം. ഇങ്ങനെ ഷോർട്ട് കട്ട് ആക്കിയിട്ട് ഓരോരോ ചെറിയ കോഡുകളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, വളരെ ഈസി ആയിട്ട്. യെസ്, പിന്നെ നമ്മൾ ഇന്ത്യന് അതുപോലെ മറ്റൊരു മാപ്പ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ പിന്നെ പറയേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട കുറച്ച് കുഞ്ഞു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ, ഞാൻ എഴുതിയ പോലെ എഴുതാൻ പാടില്ല. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് ടാബായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും സാരില്ല. ഇവിടെ നോക്കുക, നിങ്ങൾ അടുത്ത് എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു പീക്ക് ഇടാം. ഓക്കെ, ഒരു പീക്ക് ഇട്ടിട്ട് ഒരു പീക്ക് നമുക്കിവിടെ കൊടുക്കാം. ആ പീക്കിൻ്റെ പേരായിട്ട് നമുക്ക് എന്ത് എഴുതാമെന്നറിയോ, കാഞ്ചൻജംഗ എന്ന് എഴുതാം. കാഞ്ചൻജംഗ ഇന്ത്യയിലൊരു പീക്കാണത്. അതുപോലെ നേപ്പാളിൽ ഇവിടെ നിങ്ങൾ ഒരു ചെറിയൊരു പീക്ക് പോലെ ഒരു ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് അവിടെ നിങ്ങൾക്ക് എവറസ്റ്റ് എന്ന് എഴുതാം, എവറസ്റ്റ്. യെസ്, അതെല്ലാം മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അതുപോലെ പാസസ് ഉണ്ട്, ഒരുപാട് ചുരങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. റോത്താങ് പാസ്, ആ പാസസ് ഒക്കെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ കാശ്മീർ ഹിമാലയത്തിൽ ബാനിഹാൾ പാസ് ഉണ്ട്, അതുപോലെ ഹിമാചൽ ഹിമാലയത്തിൽ റോത്താങ് പാസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഈ ചാപ്റ്ററിനൊന്ന് ഓർഡർ ആക്കാൻ പറ്റിയ മാർഗം എന്ന് വെച്ചാൽ ആദ്യം ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, യെസ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കഥകൾ, ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, അതെല്ലാം എളുപ്പത്തിൽ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള മുഴുവൻ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതായത് മൊത്തം ദ എൻറ്റയർ തിങ്, ഈ ചാപ്റ്ററിന് വരാവുന്ന മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഞാൻ വരുന്നു. അത് മറക്കാൻ പാടില്ല. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാത്രി 7:30 ഞാൻ വരുന്നുണ്ട്. 7 മണിക്ക് എല്ലാവരും എത്താം. മൊത്തം നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ചാനലിലേക്ക് 7 മണിയാകുമ്പോൾ എത്താം. അപ്പം സമയം ഒരിക്കലും മറക്കാൻ പാടില്ല. ഈവനിങ് എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, മുഴുവൻ ടീം എല്ലാം ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരാം. ഈ ചാപ്റ്റർ നമ്മൾ കലക്കി കുടിച്ച് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മാപ്പൊക്കെ വെച്ചിട്ട് മൗണ്ടൻസ് ഒക്കെ വരച്ചിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് മാത്രം മതി, മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ പൊളിച്ചടിക്കൊരു ക്ലാസ് ആയിരിക്കും. സോ
കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് മുഴുവൻ പഠിക്കാൻ വേണ്ടി മൊത്തം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് മാക്സിമം ആളെയും കൂട്ടിയിട്ട് മറക്കാതെ വരിക. വ്യാഴാഴ്ച നേരെ ഇങ്ങ് പോരുക. ഓക്കെ, അപ്പം 11-ാം തീയതി നമ്മുടെ ലൈവ് വരുന്നത്. 11-ാം തീയതി നൈറ്റ് എല്ലാവരും വന്ന് ലൈവ് കാണാം. താങ്ക് യു, ബൈ, സീ യു.